പിന്നെ ജില്ലയിലെ സുരക്ഷേൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജില്ലാ പോലീസ് മേധാവിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. പോലീസ് ഏകദേശം 1992 പോലീസ്മെന്നായിരിക്കും ഈ പോളിംഗ് ദിവസം ഡിപ്ലോയ് ചെയ്യുന്നത്. സെൻട്രൽ ഫോഴ്സ് 12 കമ്പനി നമ്മുടെ ജില്ലയിൽ ഓൾറെഡി ഉണ്ട്. 864 മെൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു പ്രവൃത്തിയിൽ ഡിപ്ലോയ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പറയുകയാണെങ്കിൽ 5504 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ജില്ലയിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. 1366 പോളിംഗ് ടീംസാണ് മൊത്തത്തിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് 20% റിസർവ് ടീം ഉൾപ്പെടെയാണ് ഇതുള്ളത്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഏകദേശം 60% ഉദ്യോഗസ്ഥരും ഫീമെയിൽ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പോളിംഗ് നമ്പേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഈ പോളിംഗ് ബൂത്തുകളെല്ലാം 1146 പോളിംഗ് ബൂത്തുകളെല്ലാം 116 സെക്ടറായിട്ട് തിരിച്ചിട്ട് ഓരോ സെക്ടറിനും നമുക്ക് സെക്ടർ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മെഷീൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തകരാറ് വരികയാണെങ്കിൽ സമയത്ത് തന്നെ മാറ്റാനും കൃത്യസമയത്ത് തന്നെ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഏകദേശം 760ഓളം വെഹിക്കിൾ 8-ാം തീയതി രാവിലെ 7 മണി തൊട്ട് തന്നെ ഈ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലും സ്റ്റാർട്ട് ചെയ്യും. കൂടുതലായിട്ടുള്ള പരമാവധി ടീം ഏകദേശം ഒരു മിനിമം ഒരു 7 ടീമെങ്കിലും ഓരോ മണ്ഡലത്തിലും വെക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എവിടേക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് വർഷത്തെ ഇൻസിഡൻസ് ഒക്കെ നോക്കിയിട്ട് സാധ്യത ഒന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ക്രിട്ടിക്കലായിട്ട് കൊടുക്കുന്നത്. പിന്നെ പാർട്ടീസും അവരുടേക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എവിടേക്കാണ് കൺസേൺസ് ഉള്ളത്, അപ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പാർട്ടികളുടെ യോഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള